ഞാനിതിനെ ധ്രുവീകരണവുമായി താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമുക്ക് വെളിച്ചവും ഇരുട്ടുമുണ്ട്, ചൂടും തണുപ്പുമുണ്ട്. അതുപോലെ തിന്മയും തിന്മയല്ലാത്തതും, അല്ലെങ്കിൽ നന്മയും തിന്മയും ഉണ്ടോ? നോക്കൂ, നന്മയും തിന്മയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയോ ചിന്തകളുടെയോ അടിസ്ഥാനത്തിലല്ല. ജീവനെ നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഏതു കാര്യവും ജീവൻ തേടേണ്ടതാണ്. നിങ്ങളെ ഒരു വ്യക്തിയായി കാണരുത്, ഒരു പുരുഷനായോ ഒരു അമേരിക്കക്കാരനായോ കാണരുത്, ഒരടയാളത്തിൽ നിന്നുകൊണ്ടും നിങ്ങളെ കാണരുത്. നിങ്ങളെ സ്വയം ഒരു ജീവൻ്റെ കണികയായി കാണുക. അതാണ് യാഥാർത്ഥ്യം, ശരിയല്ലേ? നിങ്ങൾ വെറുമൊരു ജീവൻ്റെ കണികയാണ്. അപ്പോൾ ജീവൻ എന്താണ് തേടുന്നത്? എങ്ങനെ സ്വയം മെച്ചപ്പെടുത്താമെന്ന്, അല്ലേ? ആരെങ്കിലും അയാളുടെ ചിന്തകൾ കാരണമോ അസംബന്ധങ്ങൾ കാരണമോ അടിസ്ഥാനമായി ജീവൻ സംഭവിക്കുന്നതിന് എതിരായോ മെച്ചപ്പെടുത്തലിനെതിരെയോ പോവുകയാണെങ്കിൽ നാം അതിനെ നെഗറ്റീവ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ മോശം തിന്മ എന്നും വിളിക്കുന്നു. പക്ഷെ അതൊരു വാക്കു മാത്രമാണ്. അടിസ്ഥാനപരമായി നിങ്ങൾ നിങ്ങളുടെ ജീവനെതിരെ നീങ്ങുകയാണ്. അതാണ് ഇവിടെ നെഗറ്റീവ്. ആ പശ്ചാത്തലത്തിൽ അതെ, പക്ഷെ അത് സന്മാർഗിക ബോധത്തിൽ നിന്നല്ല. കാരണം ധാർമ്മികത മാറിക്കൊണ്ടേയിരിക്കും. ഓരോ സമൂഹത്തിലും അത് വ്യത്യസ്തമാണ്, ഓരോ തലമുറയിലും അത് വ്യത്യസ്തമാണ്, അല്ലേ? അതങ്ങനെയല്ലേ? സ്നേഹത്തിന് എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്നേഹത്തിന് വിപരീതമോ? അതെ, സ്നേഹത്തിന് വിപരീതമായി എന്തെങ്കിലും ഉണ്ടോ? പൊതുവേ നമ്മൾ സ്നേഹവും വെറുപ്പും രണ്ടും എതിരാണെന്ന് കരുതുന്നു. പക്ഷെ അത് അങ്ങനെയല്ല. അവ രണ്ടും നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. രണ്ട് വശങ്ങൾ. നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാതെ ഒരാളെ വെറുക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നു, എന്നിട്ട് ഏതോ കാരണത്താൽ അത് നെഗറ്റീവ് ആകുമ്പോഴാണ് യഥാർത്ഥ വെറുപ്പുണ്ടാകുന്നത്, ശരിയല്ലേ? അപ്പോൾ വെറുപ്പ് സ്നേഹത്തിൻ്റെ വിപരീതമാണോ? ഒരു തരത്തിൽ അത് അങ്ങനെയാണ്. എന്നാൽ അടിസ്ഥാനപരമായി അങ്ങനെയല്ല. പക്ഷെ ഉപരിതലത്തിൽ അങ്ങനെയാണ്. ഞാൻ പറയും, അറ്റാച്ച്മെൻ്റാണ് വെറുപ്പിനേക്കാൾ സ്നേഹത്തിനെതിരെന്ന്. നിങ്ങളെപ്പോഴും സ്നേഹവും അറ്റാച്ച്മെൻറ്റും തമ്മിൽ ബന്ധിപ്പിക്കും. സ്നേഹത്തിനും അറ്റാച്ച്മെൻറ്റിനും പരസ്പരം ഒരു ബന്ധവുമില്ല. വെറുപ്പും അറ്റാച്ച്മെൻറ്റും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം അത് ഈ വഴി വീണാൽ സ്നേഹമാകും, അത് സംഭവിച്ചാൽ അത് ആ വഴി വീണാൽ അത് വെറുപ്പാകും. അറ്റാച്ച്മെൻറ്റ് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഉത്കണ്ഠ വരുന്നതാണ്. ഉത്കണ്ഠ വരുമ്പോൾ ഭയം പിന്തുടരും. ഭയം വരുമ്പോൾ ഭ്രാന്ത് പിന്തുടരും. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയി. 5 മണിക്കാണ് തിരിച്ചു വരേണ്ടത്. 6 മണിയായി, തിരിച്ചു വന്നില്ല, ഉത്കണ്ഠ. 7 മണിയായി, തിരിച്ചു വന്നില്ല, ഭ്രാന്താകും. 8 മണിയായി, തിരിച്ചു വന്നിട്ടില്ല, പൂർണ്ണമായും ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, ശരിയല്ലേ? അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഭ്രാന്തരാകാൻ കഴിയില്ല. അത് എപ്പോഴും അവിടെ തന്നെയുണ്ട്. നിങ്ങളെ വെളിപ്പെടുത്താൻ ഒരു സാഹചര്യം മാത്രം മതി, അത്രയേ ഉള്ളൂ. നിങ്ങളെ വെളിപ്പെടുത്താൻ ഒരു തീവ്രമായ സാഹചര്യം വേണം. അതെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അറ്റാച്ച്മെൻറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭ്രാന്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒന്നാണെന്ന് കരുതുന്നു. സ്നേഹത്തിൻ്റെ സ്വഭാവം, നിങ്ങളൊരു ഉപമ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്നേഹമൊരു പൂ പോലെയാണ്. നിങ്ങൾക്കറിയാമോ? നിങ്ങളത് കയ്യിൽ പിടിച്ചാൽ സൂക്ഷിച്ച് നടക്കണം, അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ കൈകളിൽ തകർന്നു പോകും. നിങ്ങൾ അതുമായി സൂക്ഷിച്ച് നടക്കണം. പക്ഷെ അറ്റാച്ച്മെൻറ്റ് അങ്ങനെയല്ല, അത് ഉറച്ചതാണ്. അത് ഒരു പ്ലാസ്റ്റിക് പൂ പോലെയാണ്. പ്ലാസ്റ്റിക് ഒരിക്കലും പൂവല്ല. നിങ്ങൾക്കതിനെ അങ്ങനെ തോന്നിപ്പിക്കാം, നിങ്ങൾക്ക് അതിൽ സുഗന്ധം തളിക്കാം, പക്ഷേ അത് പൂവല്ല. പൂവ് എന്നത് വിരിയുന്നതാണ്, അല്ലേ? പ്ലാസ്റ്റിക് ഒരിക്കലും പൂവല്ല. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പൂക്കൾ വെച്ചാൽ ദിവസത്തിൽ 10 തവണയെങ്കിലും നോക്കണം. അത് ശല്യമാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതാണ് ജീവൻ. നിങ്ങൾ പ്ലാസ്റ്റിക് പൂക്കൾ വാങ്ങിയാൽ 5 വർഷം ഗ്യാരണ്ടി.
നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. അതെപ്പോഴും അവിടെയുണ്ട്. നിങ്ങളുടെ കുട്ടികൾ കുസൃതി കാണിച്ചാൽ അതിനെ പൂപാത്രത്തിൽ നിന്നെടുത്ത് അതുകൊണ്ട് അവരെ അടിക്കാം. അതിഥികൾ വരുമ്പോൾ അതിനെ തിരികെ വയ്ക്കാം. അതെല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. മൾട്ടി പർപ്പസ് പോലെ. അതിന് ഗ്യാരണ്ടിയുണ്ട്. അത് സൗകര്യപ്രദമാണ്. അതിൻ്റെ വിലയും കുറവാണ്. എല്ലാ രീതിയിലും അത് ഉപയോഗപ്രദമാണ്. പക്ഷെ അതിൽ ജീവനില്ല. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അതാണ് അത്ഭുതകരമായ വ്യത്യാസം, ശരിയല്ലേ? അതെല്ലാമാണ്, പക്ഷെ അത് ജീവനല്ല. ഇപ്പോൾ നിങ്ങളുടെ യുക്തിപരമായ മനസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നിങ്ങളുടെ ചിന്തകളുടെ പേരിൽ, നിങ്ങളുടെ തത്വങ്ങളുടെ പേരിൽ, നിങ്ങളുടെ ധാർമ്മികതയുടെ പേരിൽ, നിങ്ങളുടെ വിശ്വാസ വ്യവസ്ഥകളുടെ പേരിൽ നിങ്ങൾക്കെല്ലാമുണ്ട്. പക്ഷേ ജീവൻ മെച്ചപ്പെട്ടിട്ടില്ല. ജീവൻ വളരെയധികം ചുരുങ്ങിപ്പോയി. മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്താണ് കാര്യം? ഇതെല്ലാം ജീവനെക്കുറിച്ചാണ്, അല്ലേ? ഇത് നിങ്ങളുടെ കാറിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെക്കുറിച്ചല്ല. ഇത് നിങ്ങളുടെ ഭാര്യയോ കുട്ടികളെക്കുറിച്ചല്ല. മറ്റെന്തിനെക്കുറിച്ചല്ല. ഇത് ജീവനെക്കുറിച്ചാണ്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ജീവിതം മെച്ചപ്പെടുത്താനാണ്, ശരിയല്ലേ? അതെ. നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ സൗകര്യങ്ങൾ, നിങ്ങളുടെ ഉപകരണങ്ങൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ്. അവയ്ക്ക് സ്വയം യാതൊരു പ്രാധാന്യവുമില്ല. അതുകൊണ്ട് നിങ്ങൾ യുക്തിപരമായി പോകുമ്പോൾ കുറച്ചു സമയത്തിന് ശേഷം ഇതെല്ലാം ജീവനെക്കുറിച്ചാണെന്ന് മറന്നുപോകും. മറ്റെല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. You will have all the frills, no skirt. That's a bad way to dress, isn't it?